കർണാടകയിലെ ശിരൂരിൽ മലയാളി യുവാവ് മണ്ണിനടിയിൽപ്പെട്ടതായി സംശയം. കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് 4 ദിവസം. യുവാവും ലോറിയും മണ്ണിനടിയിലെന്ന് സൂചന. രക്ഷാപ്രവർത്തനത്തിലുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് കുടുംബം. തിരച്ചിൽ തുടരുന്നു. അന്വേഷണത്തിന് ADGPക്ക് നിർദ്ദേശം നൽകി കർണാടക മുഖ്യമന്ത്രി. TP കൊലക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കം ചോർന്നതിൽ അന്വേഷണം. കത്ത് ചോർച്ച അന്വേഷിക്കാൻ പോലീസിനും ജയിൽ വകുപ്പിനും നിർദ്ദേശം. വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയെന്ന് 1 മാസത്തിനകം കണ്ടെത്തണം. വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. വയനാട്ടിലും കോഴിക്കോടും മഴക്കെടുതികൾ രൂക്ഷം. കണ്ണൂർ പാനൂരിൽ KSRTC ജീപ്പ് വെള്ളക്കെട്ടിൽ മുങ്ങി. അപകടത്തിൽപ്പെട്ടത് വൈദ്യുതി ലൈൻ ശരിയാക്കാൻ പോയ ജീവനക്കാർ. മുത്തങ്ങ ദേശീയപാതയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് H1 ബാധിച്ച് 1 മരണം. കൊച്ചിയിൽ ചികിത്സയിലായിരുന്ന 4 വയസ്സുകാരൻ മരിച്ചു. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. രോഗബാധ മെഡിക്കൽ കോളേജിലെ കോളറ രോഗികളെ ചികിത്സിച്ച നഴ്സിന്റെ ഭർത്താവിനും. കോഴിക്കോട് ഫിസിയോതെറാപ്പിക്കെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പരാതി. പീഡനം നടന്നത് ബീച്ച് ആശുപത്രിയിൽ. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മഹേന്ദ്രനെതിരെ കേസ്. ഒളിവിൽ പോയ പ്രതിക്കായി തിരച്ചിൽ ഊർജിതം. മഹേന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. മത്സരം രാത്രി 7 മണിക്ക് ധംബുള്ള സ്റ്റേഡിയത്തിൽ.